മഹാനായകൻ ഫട്നാവിസ്. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാം തവണയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ശിവസേന തലവൻ ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. മൂന്നാം തവണയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആസാദ് മൈതാനിയിൽ നടത്തിയ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്തു. മനു ഭരത് ചേരുന്നു. മനു, ഫട്നാവിസിനെ സംബന്ധിച്ച് ഇത് മൂന്നാം ഊഴമാണ്. എങ്ങനെ പ്രൗഢഗംഭീരമായിരുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്? സജിത്, വർണ്ണാഭമായ ചടങ്ങ് എന്ന് തന്നെ പറയാം. നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രിക്ക് പുറമെ നിരവധി കേന്ദ്രമന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഒപ്പം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്തി. സൽമാൻ ഖാൻ തുടങ്ങിയ താരങ്ങൾ എത്തി. അങ്ങനെ വർണ്ണാഭമായ ഒരു ചടങ്ങാണ് അവിടെ നടന്നത്. മഹാരാഷ്ട്രയിൽ BJP നേടിയ ഏറ്റവും വലിയ വിജയം രാജ്യമെമ്പാടും ആചരിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഈ പരിപാടിയെ ഉയർത്താൻ BJP ലക്ഷ്യമിട്ടിരുന്നു. അത് ഏറെക്കുറെ സാധ്യമായി എന്ന് തന്നെ പറയാം. അതേസമയം ഈ പ്രതിപക്ഷ നേതാക്കളുടെ അസാന്നിധ്യം ഈ ചടങ്ങിൽ വ്യക്തമായി. ഒരു ജനാധിപത്യ മര്യാദ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാക്കൾ സാധാരണ ഇത്തരം ചടങ്ങുകളിൽ വരാറുണ്ട്. ഏതായാലും ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയുടെ പ്രിയപ്പെട്ട ദേവാ ബൗ എന്ന് അവിടെ മഹാരാഷ്ട്രക്കാർ വിളിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ മഹായുദ്ധി സഖ്യം എത്ര കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയും എന്ന വലിയ ചോദ്യമാണ് ഉയർന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഈ ചടങ്ങിന് നേരിട്ടെത്തി ദേവേന്ദ്ര ഫട്നാവിസിനെയും അതുപോലെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറിനെയും ആശംസകൾ അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഇത് ഫട്നാവിസിന് ഇത് മൂന്നാം ഊഴം.